നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുടെ മൊഴി പുറത്ത്. തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ അയൽവാസി പുഷ്പയെ വെറുതെ വിട്ടതിൽ നിരാശയെന്നും മൊഴി. ആലത്തൂർ ഡിവൈഎസ്പിയുടെ ചോദ്യം ചെയ്യലാണ് ചെന്താമരയുടെ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, ഈ ചെന്താമരയുടെ കയ്യിൽ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നതല്ലേ? ലക്ഷ്മി, ഇന്നിപ്പോൾ തെളിവെടുപ്പിന് ശേഷം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ പുഷ്പയെ കൂടി ഇയാൾക്ക് കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. ഈ സംഭവ ദിവസം, അതായത് സുധാകരനും അമ്മ ലക്ഷ്മിയും കൊല്ലപ്പെട്ട ദിവസം പുഷ്പയെ കൂടി ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് പുഷ്പ അവിടെ ഉണ്ടായിരുന്നില്ല. പുഷ്പയെ രാവിലെ ഇയാൾ ഭീഷണിപ്പെടുത്തിയതാണ്. അതിന് ഈ പുഷ്പയോട് വൈരാഗ്യം തോന്നാനുള്ള ഒരു കാരണം സുധാകരന്റെ കുടുംബത്തോട് തോന്നാനുള്ള അതേ കാരണം തന്നെയാണ്. അതായത് ചെന്താമരയും അയാളുടെ ഭാര്യയും മക്കളുമായിട്ടുള്ള അവർ തമ്മിൽ അകലാനുള്ള കാരണം ഇവർക്ക് കൂടി അതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് ഇയാൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് പുഷ്പയെ കൂടി ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളത് പറയുന്നത്. പുഷ്പ നമ്മളോടുൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ഇയാളുടെ വധഭീഷണി. ഇയാളെ അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇയാൾ പലപ്പോഴും ഈ ആയുധം കാണിച്ചും മറ്റും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇന്നും പോലീസ് വന്ന സമയത്തും തെളിവെടുപ്പിന് വന്ന സമയത്തും ഇയാൾ അവരോട് തുറച്ചു നോക്കുന്നതും മറ്റും അവിടെ കാണാമായിരുന്നു. അങ്ങനെ പുഷ്പയെ കൂടി ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎസ്പിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. പുഷ്പയെ കൂടി കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ചെന്താമര പറയുന്നത്. നമുക്കറിയാം, പുഷ്പ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ കാര്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ കാര്യം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട്.